നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ സുകേഷ് ആർ.എസ്. ഞാൻ തിരുവനന്തപുരം PRS ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമാണ്. നമ്മളിവിടെ പ്രമേഹത്തിൻ്റെ വിവിധ തരം ടൈപ്പുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ടൈപ്പ് 1 ഡയബറ്റീസിനെ കുറിച്ച് പറഞ്ഞു, ടൈപ്പ് 2 ഡയബറ്റീസിനെ കുറിച്ച് പറഞ്ഞു. ഇനി വളരെ റെയറായിട്ടുള്ള ഒരു ടൈപ്പ് ഡയബറ്റീസിനെ കുറിച്ച് കൂടി ഞാൻ പറയാൻ പോവുകയാണ്. ടൈപ്പ് 1.5, അതായത് ടൈപ്പ് 1 2 1.5 എന്ന് പറഞ്ഞൊരു ഡയബറ്റീസ് ഉണ്ട്. അതിന് വേറൊരു പേര് കൂടെ ഉണ്ട്, ലാഡ എന്നാണ് പേര്. അത് ഇംഗ്ലീഷ് പേര് ലേറ്റൻറ്റ് ഓട്ടോ ഇമ്മ്യൂൺ ഡയബറ്റീസ് ഓഫ് ദ അഡൽട്ട്. അതായത് നമ്മൾ നേരത്തെ ടൈപ്പ് 1 ഡയബറ്റീസിനെ കുറിച്ച് പറഞ്ഞല്ലോ. അതായത് ടൈപ്പ് 1 ഡയബറ്റീസ് ഈ കുട്ടികളിൽ വരുന്നതാണ്. കുട്ടികൾ ഒരു പ്രായമാകുമ്പോൾ, അതായത് പ്രത്യേകിച്ച് ഒരു 18 വയസ്സിനൊക്കെ മുമ്പ് അവർക്ക് അവരുടെ ബോഡിയിലെ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്ന ബീറ്റാ സെൽസ്, പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് പ്രവർത്തനരഹിതമാവുകയും അവർക്ക് ഇൻസുലിൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. അപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ഇൻസുലിൻ എടുക്കേണ്ട ഒരവസ്ഥ വരുന്നുണ്ട്. ഈ ഒരു ടൈപ്പ് ഡയബറ്റീസ് ഇപ്പോൾ പ്രായപൂർത്തിയായ ഒരാളിൽ വരികയാണെങ്കിൽ, ഉദാഹരണത്തിന് അത് ഒരു 30 വയസ്സിന് മുകളിലോ മറ്റോ വരികയാണെങ്കിൽ നമ്മളതിനെ ലാഡ എന്ന് പറയും. അതായത് ഈ ഡയബറ്റിക് രോഗി നമ്മുടെ സാധാരണ ടൈപ്പ് 2 പ്രമേഹമുള്ള ആൾക്കാരെക്കാളും, അതായത് അമിതവണ്ണമോ മറ്റോ ഉള്ള ആൾക്കാരെക്കാളും വ്യത്യസ്തമായിരിക്കാം. അവർക്ക് അധികം വണ്ണമോ മറ്റോ കാണില്ല, പക്ഷേ ക്ഷീണവും മറ്റു ഒരുപാട് ഡയബറ്റീസിൻ്റെ സിംറ്റംസ്, പ്രമേഹത്തിൻ്റെ ഒരുപാട് സിംറ്റംസ് കാണിക്കുന്നവരായിരിക്കും. അവർക്ക് നമ്മൾ നോക്കുമ്പോൾ ഇത് പറഞ്ഞതുപോലെ ഹൈ ഷുഗറും പിന്നെ നമ്മൾ ബാക്കി ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഇൻസുലിൻ്റെ ലെവലും ഈ C-പെപ്റ്റൈഡ് ലെവലും ഒക്കെ കുറവായിരിക്കുകയും നമ്മുടെ ഈ ടൈപ്പ് 1 ഡയബറ്റീസിൽ കാണുന്നത് പോലത്തെ ഈ ആൻറ്റിബോഡി ലെവൽ ബ്ലഡിൽ കൂടുതലായിരിക്കുകയും ചെയ്യും. അപ്പോൾ അവരെ നമ്മൾ വിളിക്കുന്നത്, കുട്ടികളല്ലാത്തത് കൊണ്ട് നമ്മൾ വിളിക്കുന്നത്, ഈ അഡൽട്ട്സിൽ വരുന്ന ടൈപ്പ് 1 ഡയബറ്റീസ് അഥവാ ലാഡ എന്ന് പറയുന്ന ഒരു കണ്ടീഷനായിട്ട് നമ്മൾ മാറ്റിയെടുക്കുന്നു. ഇവർക്ക് ചികിത്സ ഈ ടൈപ്പ് 1 പ്രമേഹമുള്ള കുട്ടികളിലെ പോലെ തന്നെയാണ്. നമ്മൾ ഇൻസുലിൻ മാത്രമാണ് ഇവർക്ക് ഫലിക്കാൻ പോകുന്നത്. ഇനി മറ്റൊരു ഡയബറ്റീസ് മോഡി എന്ന് പറഞ്ഞൊരു ഡയബറ്റീസ്, അതായത് മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഓഫ് ദ യങ്. അതായത് ഇത് ഏകദേശം ഒരു 20-25 പ്രായത്തിൽ കാണുന്ന ഒരു തരം റെയറായിട്ടുള്ള, വളരെ വിരളമായിട്ടുള്ള ഒരു പ്രമേഹത്തിൻ്റെ ടൈപ്പാണ്. ഈ ടൈപ്പ് രോഗികൾക്ക് നമ്മുടെ ഒരു ജീൻസ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ജനിതകമായിട്ടുള്ളൊരു വ്യത്യാസമാണ്. നമ്മുടെ ക്രോമസോമിലുള്ള ഒരു ചെറിയ ജീൻസിൻ്റെ ഒരു അബ്നോർമാലിറ്റി കൊണ്ട് വരുന്നതാണ്. ഇങ്ങനെയുള്ള രോഗികളെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇവർക്ക് ഇൻസുലിൻ്റെ അളവൊക്കെ രക്തത്തിൽ ഉണ്ടാകും. പക്ഷേ ഇവർക്കും ഇവരുടെ കുടുംബ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ പലർക്കും ഇവരുടെ കുടുംബത്തിൽ മുൻപുള്ള തലമുറയിൽ പലർക്കും ഈ പറഞ്ഞതുപോലെ 20-25 വയസ്സിനുള്ളിൽ പ്രമേഹം വന്നവരായിരിക്കും. പക്ഷേ ഇവർക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇൻസുലിനൊന്നും വേണ്ടി വരില്ല. ഇവർക്ക് സാധാരണ ഗുളികകൾ കൊടുത്ത്, അതായത് നമ്മുടെ ഡയബറ്റീസിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന സൾഫണൈൽ യൂറിയ എന്ന് പറയുന്ന പലതരത്തിലുള്ള ഗുളികകൾ കൊടുത്ത് നമുക്ക് പ്രമേഹം നല്ല കൺട്രോളിലാക്കി അവരെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് മോഡി എന്ന് പറയുന്ന ഡയബറ്റീസ്. ഇനി നമ്മൾ വേറൊരു പ്രമേഹമാണ് ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലൈറ്റിസ് എന്ന് പറയുന്നത്. ജസ്റ്റേഷൻ എന്ന വാക്കിനർത്ഥം പ്രസവ സമയത്തെ വരുന്ന ഡയബറ്റിസ്. അത് പ്രസവകാലത്തിനെയാണ് ജസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ പ്രസവാവസ്ഥയിൽ പലർക്കും പലതരത്തിലുള്ള ഹോർമോണുകൾ, നമ്മുടെ കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പലതരത്തിലുള്ള ഹോർമോണുകൾ നമ്മുടെ ശരീരം ഉണ്ടാക്കുന്നുണ്ട്. ഈ ഹോർമോണുകൾ പലതും ഇൻസുലിനെതിരെ പ്രവർത്തിക്കുന്നതാണ്, പ്രതിപ്രവർത്തനം ചെയ്യുന്ന ഹോർമോണുകളാണ്. അപ്പോൾ ഇവർക്കും നമ്മൾ ഈ ടൈപ്പ് 2 പ്രമേഹത്തിൽ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതൽ ഉണ്ടാവുകയും അതിന് ഫലമായിട്ട് ഈ പ്രസവ സമയത്ത് വരുന്ന പ്രമേഹ രോഗത്തിൽ ഇതേപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് ഇൻസുലിൻ്റെ ആക്ഷൻ ഈ ബോഡിയിൽ, ഈ സ്ത്രീകളുടെ ബോഡിയിൽ ഇൻസുലിൻ ഉണ്ടെങ്കിൽ പോലും കൃത്യമായ അളവിൽ ഇൻസുലിൻ പ്രവർത്തിക്കാതിരിക്കുകയും കുട്ടിയുടെ സൈസും മറ്റും കൂടുന്ന രീതിയിൽ നമ്മുടെ ബ്ലഡിലെ ഗർഭിണിയുടെ ബ്ലഡിലെ ഷുഗർ കൂടുകയും ചെയ്യും. അപ്പോൾ ഗർഭാവസ്ഥ ആയതുകൊണ്ട് കുട്ടിയുടെ വളർച്ചയ്ക്കും മറ്റും ഇൻസുലിൻ തന്നെയാണ് കൃത്യമായ ചികിത്സ. പിന്നെ ചിലർക്ക് മെറ്റ്ഫോമിൻ എന്ന ഒരു ഗുളിക കൂടി നമ്മൾ പലപ്പോഴും കൊടുക്കാറുണ്ട്. പക്ഷേ ഗർഭാവസ്ഥയിലെ GDM മിക്കവാറും 20 ആഴ്ച കഴിയുമ്പോഴായിരിക്കും കണ്ടുവരുന്നത്. ഗർഭാവസ്ഥയിലെ പ്രമേഹത്തിനും ചികിത്സ ഇൻസുലിൻ തന്നെയാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ വിവിധ തരത്തിലുള്ള പ്രമേഹം, 1 ലാഡ അഥവാ ടൈപ്പ് 1.5 ഡയബറ്റിസ്, 2 മോഡി അഥവാ മെച്യൂരിറ്റി ഓൺസെറ്റ് ഓഫ് ഡയബറ്റിസ് ഇൻ ദ യങ്, പിന്നെ GDM അഥവാ ജസ്റ്റേഷണൽ പ്രസവകാലത്തെ ഡയബറ്റിസ്. നമസ്കാരം.